ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ദൈവത്തിന് വലിയ സ്നേഹങ്ങളെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ കൈകൂപ്പിന്ന് കരയും. അത്രയ്ക്ക് അനുഗ്രഹവും കൃപയുവ. കഴിഞ്ഞ ആഴ്ച വന്ന പലരും ഇന്നില്ല. കഴിഞ്ഞ ആഴ്ച വന്ന പലരും ഇപ്പോഴും ഹോസ്പിറ്റലില്ല. ഞങ്ങളെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞവരൊക്കെ രോഗികളായിട്ട് മാറിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ദൈവത്തിന്റെ കാരണമക്കളെ, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ പ്രാർത്ഥിക്കാതെ ചെയ്യുന്നതെങ്കിലും കുടിക്കുന്ന വെള്ളത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കുമ്പോൾ കുരിശ് വരച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ ഓരോ അസുഖങ്ങളും കണ്ടില്ലേ, കുളിച്ചാൽ മതി അസുഖം പിടിക്കുക. വെള്ളം കുടിക്കണ്ട, വെള്ളത്തിൽ കുളിച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് ദൈവത്തിന് നന്ദി പറയണം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കാര്യം രാവിലെ ഉണർന്നാലോടെ കുരിശ് വരക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യ ചടകാരം വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഒന്ന് കുരിശ് വരച്ച ഒന്ന്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ സംഭവം? ശരീരത്തെ വിശുദ്ധ കുരിശിന് ഉടമപ്പെടുത്തുക. ശരീരത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മളിൽ ഒരു കുരിശ് വരയ്ക്കണം. ആ ഭക്ഷണത്തിന് പോലെ നിങ്ങൾ അച്ഛന്മാരും കന്യാസ്ത്രീകളൊന്നുമില്ല, എന്നാലും കർത്താവേ ഈ ഭക്ഷണത്തെ ആശ്രയം പിതാവിന്റെ ഒരു കുരിശ് വരച്ചോ. നിങ്ങൾ ആരും നിങ്ങളെ ശിക്ഷിക്കത്തില്ല, മകോൻ ചൊല്ലത്തുമില്ല. ഒരു കുരിശ് വരച്ചിട്ട് ഭക്ഷണം കഴിക്കും. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഒന്ന് കുരിശ് വരച്ചേക്കണം. നിങ്ങൾ അതിൻ്റെ അകത്ത് ആവശ്യം, നീ രോഗിയാകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ട വഴി കണ്ട കടയിൽ കയറിയിട്ട് കുരിശ് വരച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. മര്യാദയ്ക്ക് വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തിന് കാര്യം വെച്ചാൽ പറയണേ. വീട്ടിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക. എല്ലാത്തിനും ഇപ്പോൾ ഹാർട്ട് അറ്റാക്കാണ്. ഉള്ള വഴിയിലുള്ള ഡീസൽ കലക്കിയ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കരിയോല് കലക്കിയതാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള. ആ ബോണ്ട കഴിച്ചാലേ ചിലപ്പോൾ സമാധാനമുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി മര്യാദയ്ക്ക് വല്ല ഭക്ഷണമാക്കി കഴിക്കാൻ നോക്ക്. വഴിയിൽ നിന്നൊന്നും വാങ്ങിച്ചു കഴിയും. നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ കഴിക്കുക. അല്ലാതെ എല്ലാ വീട്ടുകാർ മുഴുവനും കൊണ്ട് അറിയും. വല്ലപ്പോഴൊക്കെ എവിടെയെങ്കിലൊക്കെ പോകും ഉറപ്പുള്ള സ്ഥലത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റണം മക്കളെ. ജീവിതം മുഴുവൻ ഒരു കൃപയാക്കി മാറ്റും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഈ വിഷയം പറയണേ. ഒരു 18 വയസ്സം കണ്ട കൊച്ചിന് എൻ്റെ തലച്ചോറിൽ ഈ ഞരമ്പ് പൊട്ടുന്ന രോഗമാണ്. തലച്ചോറ് ഞരമ്പ് പൊട്ടുന്ന വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ് ഇവിടെ ഓരോരുത്തരും നടക്കുമ്പോഴാണ് തലച്ചോറിൽ ട്രീറ്റ്മെൻ്റ് ഇല്ല. നോ ട്രീറ്റ്മെൻറ്റ്. അല്ല മിടുക്കി ഒരു മാലാക കൊച്ച്, 10-12 വയസ്സുണ്ട് അപ്പം കൊച്ചിന്. അവങ്ങളെ ദൈവത്തെ സ്തുതിച്ച് ജീവിതം. അസുഖമൊക്കെ ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് മക്കളെ. ഒരു പ്രയാസം വന്നാലും ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു കുരിശ് വരച്ചിട്ട് വയറ്റുവേനൊന്നും ഒരു കുരിശ് വരച്ച അമ്മയും പറഞ്ഞേക്ക്. അത്ഭുതകരമായ സൗഖ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ജീവിതത്തെ മുഴുവൻ. ഒരു തകർച്ച വന്നോ, ദൈവത്തെ സ്തുതിച്ചേക്കണം. ഒരു പ്രതിസന്ധി വന്നോ, കർത്താവിനെ സ്തുതിച്ചേക്കണം. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, വലുതേരെ വർത്തി ഹല്ലേലൂയ, വലുതേരെ വർത്തി ഹല്ലേലൂയ. ദൈവത്തെ നിരന്തരം സ്തുതിക്കണം മക്കളെ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. നമ്മുടെ ജീവിതമൊക്കെ ഇന്നത്തെ വചനമൊക്കെ ഭയങ്കര മനോഹരമാണ്. കർത്താവ്, ഞാൻ എന്നും നിന്നെ സ്തുതിക്കും, ഞാൻ എന്നും നിനക്ക് വേണ്ടി പാട്ട് പാടും, നിന്നോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവകൃപ സ്വീകരിക്കാമെന്ന. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവകൃപ സ്വീകരിക്കാമെന്നാണ്. നമ്മളാണ് ദൈവത്തിനെ ചാക്ക് കണക്കിന് കൊണ്ടുപോകുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതൊക്കെ പറയുന്നത്. നോ, യു ആർ റിസീവിങ്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവത. പ്രാർത്ഥിക്കാൻ വരുന്നവൻ ദൈവത്തിൽ നിന്നെന്തോ വാങ്ങിച്ചുകൊണ്ട് പോവുക. നമ്മളാണ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന പോലെ. ഹല്ലേലൂയ. ചില മക്കളുണ്ട് ഇന്ന് കിലോമീറ്ററുകൾ നടന്ന് എല്ലാ ദിവസവും ഇവിടെ വരുന്നവരുണ്ട്. വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ടല്ല, ബസ്സില്ലാഞ്ഞിട്ടല്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല, ദിവസവും. നമ്മൾ ആ ത്യാഗത്തെയൊക്കെ ദൈവം കാണും മക്കളെ. നിൻ്റെയൊക്കെ ആ കഷ്ടപ്പാടിനെ ദൈവം മാനിക്കും. കിലോമീറ്ററുകൾ ഏതാണ്ട് 8-10 കിലോമീറ്റർ ദിവസവും നടന്ന് ഭാര്യയും ഭർത്താവും കൂടെ വന്നുകൊണ്ടിരിക്കുക. ഒരു കുടുംബം ഇവിടെ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഭാര്യയും ഭർത്താവും 2 പേരും കൂടി
അവർ എക്സസൈസ് ചെയ്യാൻ ഇറങ്ങിയതൊന്നുമല്ല മക്കളെ. അവരുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. ദൈവങ്ങളെ അവരുടെ ചുറ്റുപാട്, അവർ നടക്കുന്ന വഴികൾ പോലും ആയിരിക്കും, ആ വഴിയിൽ അപകടം ഉണ്ടാവും. നിങ്ങൾക്കറിയാവോ? അന്നേരം പ്രാർത്ഥിക്കണം. ഉറക്കം വരുന്നില്ലല്ലോ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമല്ല. രാത്രി പ്രാർത്ഥിക്കണം നമ്മൾ ആ സമയത്ത്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരു ദിവസം കട്ടിലേക്ക് കിടക്കേണ്ടി വന്ന അവിടെ ഒരു രോഗിയായി അവിടെ കിടന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. മുഴുവൻ ഒരു പരീക്ഷയ്ക്കൊക്കെ പോവാം, നല്ല പ്രാർത്ഥിക്കാൻ പറ്റിയ ബെസ്റ്റ് സമയം അത്. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ ഇരിക്കുന്ന സമയം, പ്രാർത്ഥിക്കാനുള്ള ബെസ്റ്റ് സമയം അത്. ഹല്ലേലൂയ. വലതുകര നിർത്തി ഹല്ലേലൂയ, വലതുകര നിർത്തി ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരുണയാണ്. ജീവിതം മുഴുവൻ വാട്ട് എവർ യു ഹാവ്, അത് ദൈവത്തിന്റെ, നിങ്ങളുടെ മക്കള് ദൈവത്തിന്റെ കരുണയാ. ഇതിനു മുമ്പ് ഒരു മാലാഖ കുഞ്ഞ് വീൽ ചെയറിൽ വരുന്നുണ്ട്. മാലാഖ കൊച്ചവള്, മാലാഖ കുട്ടി അവള്, വീൽ ചെയറില, 8 വയസ്സ് 9 വയസ്സ്. ജനിച്ചപ്പം മുതൽ എന്തോ ഒരു പ്രത്യേകതരം രോഗപീഠയാണ്. ഏതാണ്ട് 10,000-ങ്ങളിൽ ഒരാൾക്കല്ല 1,00,000-ൽ ഒരാൾക്ക് വരുന്ന പ്രത്യേകതരം രോഗപീഠയാണ്. ഒരു ഇഞ്ചക്ഷന് മറ്റേ 18 ലക്ഷം രൂപ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഒരു ഇഞ്ചക്ഷന് 18 ലക്ഷം രൂപ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ 18 ലക്ഷമൊക്കെ വാങ്ങിയത് എന്തൊരു ചതിയായിരിക്കും അല്ലേ? ആ മരുന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട മരുന്നാണ്. ആ മരുന്നൊക്കെ വാസ്തവനെ ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമായത്. നിങ്ങളിവിടെ പനി വരുന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചോ. പക്ഷെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരെല്ലാം വിറ്റും പെറുക്കി ഈ ചികിത്സയിലേക്ക് പോവാന്ന് പറഞ്ഞാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വായന ഉണ്ടായിരുന്നു. അവിടുന്ന് നിന്റെ ചുറ്റും അഗ്നിക്കോട്ട കിട്ടും. സക്രിയയുടെ പ്രവചനമാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു തീക്കോട്ട നമ്മുടെ ചുറ്റും ഉണ്ടാവണം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ പ്രാർത്ഥനയുടെ പേരെ ഈ തീക്കോട്ട, നമ്മുടെ പ്രാർത്ഥനയുടെ പേരെ ഈ തീക്കോട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ്റുന്നത്രയും കൊന്തയില്ല. ഒരു 4 ജപമാലയെങ്കിലും ദിവസം ചൊല്ലാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് 12, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് 12 കൊന്തയില്ല. പ്രാർത്ഥിക്കുന്നവര് 12 കൊന്തേന്ന് പിടിവിട്ടക്കല്ല. അടുത്ത മാസം എന്ത് പറ്റും നോക്കാം. ദൈവം നിന്നിൽ നിന്നും പിടിപിടുകയല്ല, മാതാവിന്റെ പിടി നിന്റെ മേലുണ്ടാവും. ഹല്ലേലൂയ. തീരുമാനം എടുക്കും മക്കളെ. അപ്പം അതൊക്കെ ഞാനൊക്കെ നിങ്ങൾ കേട്ട് കാണും. ചാർലി കിർക്ക് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, ചാർലി കിർക്ക്, ആള് ഒരു ദിവസം അമേരിക്കക്കാരനാ. ഒരു ദിവസം ഫോണോ, നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ട് ഒരു ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ. ആ ചാലഞ്ച് വെല്ലുവിളിക്കുക. അയാൾ കൈയടിച്ചു. അമേരിക്കയിലെ ന്യൂയോർക്കിലെ മുഴുവൻ സ്കൂളിലെ കൊച്ചുങ്ങൾക്ക് ഫോൺ നിരോധിച്ചിരിക്കുക. നമ്മുടെ മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് എല്ലാത്തിനും ഫോൺ കൈ കൊടുത്തിരിക്കുക നമ്മൾ. അമേരിക്ക ന്യൂയോർക്ക് സിറ്റിയിൽ ഫോൺ നിരോധിച്ചിരിക്കുക. നിങ്ങൾ കണ്ടോ ആ യുവാവിനെ? നിങ്ങൾ ആ യുവാവിനെ പറ്റി കേട്ടായിരുന്നോ? ഹല്ലേലൂയ. ഞാനില്ലാഞ്ഞപ്പോഴാണ് പുള്ളി മരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് അധികം കേൾക്കേണ്ടി വന്ന് കാണുകയില്ല. ഹല്ലേലൂയ. അവളെ 32 വയസ്സുള്ള യുവാവാ. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നവനാ. അവൻ കടുത്ത ക്രിസ്തു വിശ്വാസിയാണ്. അവൻ അബോർഷനെതിരെ ശക്തമായിട്ട് വർത്തമാനം പറയാൻ അറിയാവുന്നവനാ. പ്രായമായ മാതാപിതാക്കളെ ആദരിക്കണമെന്ന് പറയാൻ അറിയാവുന്നവനാ. ദിവസം പള്ളി പോകണമെന്ന് പറയാൻ അറിയാവുന്നവനാ. ബൈബിള് വായിക്കണമെന്ന് പറയാൻ അറിയാവുന്നവനാ. ചുമ്മാ കോളേജിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവ സേവനത്തിന് വേണ്ടി അന്ന് പറയാൻ അറിയാവുന്നവനാ. എന്തുപറ്റി? അവൻ ഇതുപോലെ പഠിപ്പിച്ചിട്ട് വെടിവെച്ചു. അവൻ ഇതുപോലെ സുവിശേഷം പറഞ്ഞു ദൂരം നിന്നൊരുത്തൻ വെടിവെച്ചിട്ടു. അവന്റെ പ്രായം 22. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവവചനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ നീതിക്ക് വേണ്ടിയും ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടെങ്കിൽ ജീവിതത്തിന് ഒരു പ്രകാശം ഉണ്ടാവും, ജീവിതത്തിന് ഒരു ഉണർവുണ്ടാവും മക്കളെ. നമ്മൾ അത് ദൈവമേ നീ മാത്രം, നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞൊന്ന് ജീവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്റെ ലാഭം വേണ്ട കർത്താവേ, എന്റെ നേട്ടങ്ങൾ വേണ്ട കർത്താവേ, നിന്നെ ഞാൻ എനിക്ക് വിശ്വാസമാണ് അല്ലേ? നമുക്ക് ദൈവത്തെ വിശ്വാസമല്ലേ? ദൈവത്തെ വിശ്വാസമാണ്. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസമാണ്. ഹല്ലേലൂയ. ചില പ്രയാസങ്ങൾ വന്നിരിക്കും, ചില ദുഃഖങ്ങൾ വന്നിരിക്കും, ഒക്കെ നോർമലാണ്, എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം മക്കളെ. ഒക്ടോബർ മാസം ജപമാലയിൽ പ്രാർത്ഥിക്കുക. ഇന്ന് ദൈവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ബാറൂക്കിന്റെ പുസ്തകം. ബാറൂക്കാരാന്നറിയാമോ? ബാറൂക്ക് ജെറമ്യാ പ്രവാചകന്റെ സെക്രട്ടറിയാണ്, കൂടെ നടക്കുക ശിഷ്യനാ.
ഈ എഴുത്തുകാരൻ ബാറൂക്കാണ് ജെറമിയ പറയുന്നതൊക്കെ എഴുതി വെക്കുന്നത്. അങ്ങനെ കൂടെ നടന്നതാ. എന്താ കണ്ടത്? അവസാനം ചെന്ന് ജെറൂസലേം മുഴുവൻ തകർന്ന് കിടക്കുന്ന കണ്ട അങ്ങേ മലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ജെറൂസലേം ദേവാലയം കത്തി ഇതാ അവിടുന്ന് പുക പൊങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ആര്? ബാറൂക്ക്. ജെറമിയ ഒന്ന് ചിന്തിച്ചോ, ജീവിതത്തിന്റെ തകർച്ചകൾ നോക്കി നിൽക്കുന്നവരല്ല നമ്മൾ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തകർച്ച, ഒരു പക്ഷേ രോഗമായിരിക്കാം, അല്ലെ മക്കളെ പറ്റിയല്ല. ഇന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് പറയുന്നത് കേട്ട്, മകനെ പറ്റി ഒരുപാട് 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 ആനന്ദിച്ചിരുന്ന മനുഷ്യനോട് പറയാ, ഒരു തെറ്റായ ബന്ധത്തിൽ ചെറുക്കം പോയി പെട്ടിരിക്കുക. തീർന്നില്ല മക്കളെ, കൊടുമുടി ഇടിഞ്ഞ് താഴോട്ട് വീണ്. ഇത് കണ്ടിരിക്കുന്ന ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു അപ്പൻ, പിള്ളേർ കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നത്. നിങ്ങൾ ഓരോ റോങ് ഓപ്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ തോന്നിയാസ കണ്ടവർ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചങ്ക് പൊട്ടിയൊരു ദിവസമായി ഇന്നലെ. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കണ്ടിട്ടില്ല. ഒരു 16-17 വയസ്സുള്ള പെൺകുട്ടി അവളുടെ കുഞ്ഞുമായിട്ട് ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവളുടെ പ്രായം 16-17. അവളുടെ കുട്ടിക്ക് 2 വയസ്സ് പ്രായം. ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിലാണ്. 16 വയസ്സുകാരുടെ ഒക്കത്തിലിരിക്കുന്ന 2 വയസ്സുള്ള മകള്. നമ്മുടെ നാടിൻ്റെ ഗതിയാ മക്കളെ. തൻ്റെ ഇടമുള്ള മാതാപിതാക്കളായതുകൊണ്ട് ആ കൊച്ചിനെ അബോർഷന് കൊണ്ടുപോയില്ല. ഞാനും നിങ്ങളുമാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ മക്കളാരിലും പിഴച്ചൊരു കൊച്ചു വയറ്റിലുണ്ടായി നമ്മൾ എന്ത് ചെയ്യും? ഇരിചവി അറിയാതെ ആശുപത്രി കൊണ്ട് തീർത്ത് കളയും. എനിക്ക് ഇവളുടെ അമ്മയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് അവരോട് ആദരവ് തോന്നി, കൈകൂപ്പി നിൽക്കാൻ തോന്നി. എന്നോട് വെച്ചോ, ജീവിക്കാൻ നിവൃത്തിയില്ലച്ചോ, നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു കുടുംബത്തിലൊന്നും സംഭവിച്ചാൽ എന്ത് പറ്റുമെന്ന്. നമ്മുടെ കേരളത്തിൻ്റെ കഥ നമുക്കറിയാമല്ലോ. മക്കളെ ആ കുഞ്ഞുമായിട്ട് എനിക്ക് ചങ്ക് പൊട്ടിപ്പോയി. 16 വയസ്സുള്ള മകളുടെ ഒക്കത്ത് 2 വയസ്സുള്ള ആ കുട്ടിയുടെ മകളിരിക്കുക. പാവാട ഇട്ടുണ്ടാവും നിനക്ക് നോക്കണം, സാരി കൊടുത്തുകൊണ്ടൊന്നുമല്ല, ഒരു ഫ്രോക്കായി ഇവിടെ ഇട്ടിരിക്കുന്നത്. 16-17 വയസ്സുള്ള പെങ്കൊച്ചിൻ്റെ വലിപ്പം ഇത്രയും പൊക്കമുള്ളൊരു കൊച്ചാ. ഒരു മെലിഞ്ഞൊരു കുഞ്ഞു പെണ്ണ്, ഒരു ഫ്രോക്കും ഒക്കെ ഇട്ട് അരയിൽ വേറൊരു കൊച്ച്. ഞാൻ വിചാരിച്ചു ഇവളുടെ അനിയത്തിയാണെന്ന് വിചാരിച്ചത്. മക്കളെ, കാലം പോകുന്നതിനെ പറ്റി ദൈവത്തിൻ്റെ മുമ്പിൽ നന്നായിട്ട് കൈ ഉയർത്തിയും കൈകൂപ്പിയും കണ്ണീരോടൊക്കെ പ്രാർത്ഥിക്കണം മക്കളെ. മക്കളെ, ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ദൈവത്തിന് വേണ്ടിയിട്ടല്ലെന്ന്. ഇത് ദൈവത്തെ തെറ്റായ ബന്ധം, പൊന്നുമക്കൾ ഓർത്തണം, പെൺകുട്ടികൾ ഓർത്തണം, തെറ്റായ ബന്ധങ്ങളിലേക്ക് അവനെ കണ്ണ് കാണിച്ചത് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനങ്ങളിൽ പൊന്നുമക്കൾ പോയി വീണേക്കില്ല. ഹല്ലേലൂയ. നാളെ നീ കരയേണ്ടി വരും. എനിക്കറിയാം, ഉറപ്പല്ലേ മക്കളെ, ആ 16 വയസ്സുള്ള പെൺകൊച്ച് എത്ര കാലം ജീവിക്കുന്നു? അവളുടെ മുമ്പിൽ ഒരു നോവായിട്ട്, നൊമ്പരമായിട്ട്, തീയായിട്ട്, ഒരു ശാപമായിട്ട് അവൾ ജീവിതം തീർന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തെ പരിശുദ്ധിയോടെയൊക്കെ നമുക്കൊന്ന് കാണാൻ നോക്കാൻ പറ്റും മക്കളെ. ദൈവം ഇടപെടട്ടെ. ദൈവവചനമൊക്കെ എന്തിനാണെന്നറിയോ? നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവവചനമൊക്കെ എന്തിനാണെന്നറിയോ? നമ്മൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമായിട്ടും അതെ കേട്ടോ. നമ്മൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാ ദൈവം സംസാരിക്കുന്നത്. നമ്മൾ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയ ദൈവം സംസാരിക്കുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയ ദൈവം സംസാരിക്കുന്നത്. നമുക്ക് അനുഗ്രഹമുണ്ടാകാൻ വേണ്ടിയ ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലുദൈവത്തെ ഹല്ലേലൂയ, വലുദൈവത്തെ ഹല്ലേലൂയ. പ്രാർത്ഥന മക്കളെ, ആരെയും നമ്മൾ വിധിക്കാൻ നമുക്കൊന്നും അവകാശമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വിധിക്കാൻ പറ്റണേ? എല്ലാം നമ്മുടെ മക്കളാണ്. അതായിട്ട് പറയാം. അവർ വന്ന് ഒത്തിരി ലേറ്റായിട്ടാണ്, എനിക്കത് സംസാരിക്കാൻ അധികം പറ്റിയില്ല. അവരിങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കാം, പിന്നീട് ഒരിക്കൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ബ്ലസ് ചെയ്ത് അവർ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടിൽ വചനം ആരംഭിക്കാം. ബാറൂക്കിന്റെ പ്രവചനം 4:21. എൻ്റെ മക്കളെ, ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് മോനെ മോളെ എന്നാ. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് മോനെ മോളെ എന്നാ. കാരണം എന്താണെന്നറിയാവോ? കാരണം എന്താ? കാരണം പറ. എന്തുകൊണ്ട് നമ്മളെ മോളെ മോനെ എന്ന് വിളിക്കുന്നേ? അവൻ അപ്പനായതുകൊണ്ട്. അവൻ അപ്പനാ, അവൻ റിയൽ ഫാദർ. He's a true father. ഈശോ പറഞ്ഞു അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക. ഈശോ നമ്പരത്തിൽ സമയങ്ങളിൽ വിളിച്ച് അപ്പാ. മക്കളെ, അമ്മ ഒരുപാട് സ്നേഹിക്കുന്ന സത്യമല്ലേ? നമുക്ക് അമ്മയോട് അറ്റാച്ച്മെന്റ്,
പക്ഷെ അപ്പൻ ചങ്ക് പൊട്ടുന്ന മനുഷ്യന്റെ പേര് അപ്പൻ. ചങ്ക് പൊട്ടുന്ന മനുഷ്യന്റെ പേര് അപ്പൻ. അവനെല്ലാം മറക്കും മക്കള്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അപ്പ അല്ലെ, എന്റെ അപ്പനാ എന്റെ ഹീറോ, എന്റെ അപ്പനാ എന്റെ ഹീറോ, എന്റെ അപ്പൻ ജീവിച്ച ജീവിതം. ഹല്ലേലൂയ. ചിലപ്പോ അപ്പന്മാരിത് കേൾക്കുന്നുണ്ട്. ബി ദ ഹീറോസ് ഓഫ് യുവർ ചിൽഡ്രൻ, ബി ദ ഹീറോസ് ഓഫ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളുടെ ഹീറോയായിട്ട് നിങ്ങൾ മാറണം. എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷ. ഒറ്റ കാര്യമുള്ള മോനോകൾ, എന്തുവായിക്കൊള്ളട്ടെ നമ്മുടെ ക്രൈസിസ്, ഈശോയുടെ നാമത്തിൽ ഇത് പറയുന്നത്. എന്തുവായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രതിസന്ധി, എന്തുവായിക്കൊള്ളട്ടെ നിങ്ങളുടെ സങ്കടം, തിരുവചനം എന്റെ മക്കൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഹല്ലേലൂയ. വലുതരെ നിർത്തി ഹല്ലേലൂയ, വലുതരെ നിർത്തി ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചോടാ കൂട്ടാ. തളർന്ന് കിടക്കുന്നവർക്ക് ഇന്നലെ ആരണ്ടവൻ പറയുന്നത് കേട്ടു, അല്ലെ ഇന്ന് രാവിലെ സാക്ഷ്യം. 3 മാസം കിടപ്പായി പോയി. അധ്യാപിക ടീച്ചറായിരുന്നു, ഓടി നടന്ന് പഠിപ്പിച്ച ടീച്ചറാ. 3 മാസം കിടന്ന കിടപ്പ്. നീ കിടന്ന് ദൈവത്തെ വിളിക്കടാ കൂട്ടാ. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കൈ നീളുന്നു എന്നതിന്റെ അടയാളമാ നീ ദൈവത്തെ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രു കരങ്ങളിൽ നിന്നും ബി ഹാവ് എനിമീസ് മക്കളെ. അയലോക്കംകാരനല്ല നിന്റെ ശത്രു, നിന്റെ കെട്ടിയവനല്ല നിന്റെ ശത്രു, നിന്റെ സഹോദരങ്ങളല്ല നിന്റെ ശത്രു. പിശാച് എന്ന വലിയൊരു ശത്രുവുണ്ട്, പിശാച് എന്ന വലിയൊരു ശത്രുവുണ്ട്. ഒരു പുരോഹിതനാണോ, നിനക്കെതിരെ 1000 പിശാചുക്കളുണ്ട്. ഒരു കന്യാസിയാണോ, നിനക്കെതിരെ 750 പിശാചുക്കളുണ്ട്. ഒരു കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയാണോ, നിനക്കെതിരെ 500 പിശാചുക്കളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ കൈവീശ നടക്കുക. ഒരു പുരോഹിതനെ അഭിമുഖീകരണ 1000 പിശാചുക്കളെയാ, ഒരു കന്യാസി അഭിമുഖീകരണ 750 പിശാചുക്കളെയാ. മര്യാദയ്ക്ക് ഒരു കുടുംബജീവൻ നയിക്കുന്നവര് 500 പിശാചുക്കളെ പേടിക്കണം. ഹല്ലേലൂയ. സന്തോഷമായിട്ട് ജീവിക്കുക ഒരു പ്രശ്നം പറ്റും. ഇത് തന്നെയാണ് പിശാച്. നല്ല സന്തോഷമായിട്ട് ജീവിക്കുക ഒരു പ്രശ്നം പിശാച ആക്കിയതിന് തോപ്പിക്കാൻ ദൈവത്തിന്. അത് ദൈവത്തെ വിളിക്കാൻ പറഞ്ഞത്. രോഗമൊക്കെ രോഗമായിട്ടൊന്നും കാണുക. ചില പിശാചുക്കളാണ് ഈ രോഗം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ, നമ്മുടെ പ്രാർത്ഥനയെ മുടക്കാൻ, നമ്മുടെ നല്ല ജീവിതത്തെ മുടക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ തടസ്സം നൽകുന്നോ അതിന്റെ പേരാണ് സാത്താൻ. ഹല്ലേലൂയ. എല്ലാ കൂട്ടാ നീ പഠിക്കുന്നതിന് തടസ്സമായിട്ട്, നിന്റെ ജോലിക്ക് തടസ്സമായിട്ട്, നിന്റെ വിവാഹത്തിന് തടസ്സമായിട്ട് ഒക്കെ നിൽക്കുന്ന ഇതാ. നീ ആഞ്ഞു കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുകരങ്ങളിൽ നിന്നും അവന്റെ ശക്തിയിൽ നിന്നും ഒരു ശക്തിയൊക്കെ ഉണ്ട് മക്കളെ. നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില തിന്മകളൊക്കെ ഇല്ലേ ജീവിതത്തിൽ. മുന്നോട്ട് പോവാ ചിലൊക്കെ ദാരിദ്ര്യം, ജീവിതം മുഴുവൻ ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ രോഗം, ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം നിനക്ക് പൊട്ടിക്കണ്ടേ. കഴിഞ്ഞ ദിവസം ആരാണ് വന്നിട്ട് പറയുന്നത് കേട്ടു, ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ഹാർട്ട് പേഷ്യൻസ് എല്ലാം തലമുറയായിട്ട് എല്ലാവരും മരിച്ചുപോയത്. അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചുപോയത്. ഈ പയ്യൻ കാത്തിരിക്കുക, ഞാനിപ്പോൾ അറ്റാക്ക് വരുമ്പോൾ ഞാൻ മരിച്ചു. ഞാൻ പറഞ്ഞു നിന്നോട് ഇതാര് പറഞ്ഞ്. സയൻസിലുള്ള ഡോക്ടർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. നിന്റെ ആ ജീനിലെ ചേഞ്ച് വരുത്താൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്നറിയാമോ? അപ്പനുണ്ടായിരുന്നു പറഞ്ഞാൽ മകനുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. അമ്മയ്ക്കുണ്ടായിരുന്നു പറഞ്ഞാൽ മകൾക്കുണ്ടാകും. കഴിഞ്ഞ സ്ഥാനത്ത് വന്നു, അതും വന്നു. ക്യാൻസറാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. കുടുംബത്തിൽ ഇങ്ങനെ ക്യാൻസർ രോഗമാണ്. സഹോദരങ്ങൾക്കെല്ലാം ക്യാൻസർ. ഇനി ഇളയവളാ, അവൾ പ്രതീക്ഷിച്ചിരിക്കുക. നീ തിരിയും കത്തിച്ച് ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നീ തിരിയും കത്തിച്ച് ദുരന്തം വരാൻ വേണ്ടി കാത്തിരിക്കല്ലോ. നീ തിരി കത്തിച്ച് ദുരന്തത്തെ ആട്ടി ഓടിക്കണം. ഹല്ലേലൂയ. കമാൻഡ്. You have authority and command over the evil. തിന്മകളെ ശാസിക്കണം മക്കളെ. ജീവിതത്തിൽ ദുരന്തങ്ങളെ ശാസിക്കണം. ശത്രുക്കളെയും അവരുടെ ശക്തികളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ. നമ്മൾ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വർഷത്തിൽ നിൽക്കുക. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനെ അർപ്പിച്ചു. എന്താ കത്തിക്കിടക്കുക, ജോസൽ ദേവലം കത്തിപ്പ് കൊണ്ടിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക. പ്രതീക്ഷകളൊക്കെ തീർന്ന ഒരു പയ്യൻ വരുന്നുണ്ടായിരുന്നു. നല്ല ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ചധികം പൈസ ലോണും അതും ഇതൊക്കെ എടുത്ത് അവസാനം എല്ലാം തീരാൻ പോവുക. കഴിഞ്ഞ മാസം വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടാ ഈ ആഴ്ച കൊണ്ട് തീരും. ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്, ഏതാ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്, അവൻ്റെ തീരാൻ പോവുക ജീവിതം. ഞാൻ പറഞ്ഞ പൊന്നുവനെ നീ പ്രാർത്ഥിക്കട, ദൈവം ഒരു വഴി കാണിച്ചു തരും. ഇപ്പോൾ അവസാനം ഇന്നലെ ഞായറാഴ്ച
പിന്നെ ഞാൻ ഞായറാഴ്ച വന്ന് പിന്നെ വെച്ചാൽ 8 മാസം നീട്ടി കിട്ടി. കാരണം കോടതിയിൽ അങ്ങനെ കേസ് പോയി, ഒരു 8 മാസം നീട്ടി കിട്ടിയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു 8 മാസം ചത്ത് കിടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്ന സമയമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആഴ്ച എല്ലാം പോവും, അടുത്ത ആഴ്ച ഞങ്ങളെല്ലാം കൂടെ ചാകുമെന്ന് പറഞ്ഞ് വന്ന് കൊടുക്കുക. ദൈവമക്കളെ, നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെട്ടിയിട്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എക്സിറ്റ് ഉണ്ട് മക്കളെ. ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി നീ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി, നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിന്റെ ദൈവം നിനക്ക് വേണ്ടി വെട്ടിയിട്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ രക്ഷയുടെ വഴിയുണ്ട്. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്നും ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കണം മക്കളെ. പരിശുദ്ധനായവനിൽ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മാലാഖമാര് നിരന്തരം, ഇന്നലെ മുഖ്യദൂതന്മാരുടെ തിരുനാളായിരുന്നു. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, 3 പ്രധാന മാലാഖമാരുടെ തിരുനാളായിരുന്നു ഇന്നലെ. ദൈവമക്കളെ, ഇതാ എന്നിൽ പിതാവിൽ എനിക്കൊരു രക്ഷകനെ കിട്ടും, എനിക്കൊരു സഹായകനെ കിട്ടും. ബൈബിളിൽ നമ്മൾ കാണുന്നത് മിഖായേൽ ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ. ദൈവത്തെ പോലെ ആരുണ്ട്? ഇവനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തെ പോലെ ആരുണ്ട്, ദൈവത്തെ പോലെ ആരുണ്ട്, ദൈവമേ നിനക്ക് സമന ആരുമില്ല, നിന്നെപ്പോലെ ആരുമില്ല. നിരന്തരം ദൈവത്തെ സ്തുതിക്കുക ഈ മാലാഖ. അടുത്ത ആള് ആരാണ്? ഗബ്രിയേൽ. ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ് എൻ്റെ ശക്തി. അവനതേ പറയാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി? ഏറ്റവും ശക്തനായ മാലാഖയായി തീർന്നു. ഒന്നിലും ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ് എൻ്റെ ശക്തി, ദൈവമാണ്. 10 തവണ വരുമ്പോൾ എന്ത് പറ്റി? ദൈവത്തിന്റെ ശക്തിയിൽ അവനങ്ങോട്ട് കൊടുത്തയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വന്നില്ലേ? മാതാവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞില്ലേ? ഇല്ലേ? സക്രിയയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞ്, അതെ, സക്രിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. യോഹന്നാൻ ജനിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു, ഈശോ ജനിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. ശക്തനായ ദൂതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി റഫായേൽ ദൂതൻ. റഫായേൽ പറയാ, ദൈവം സുഖപ്പെടുത്തും, ദൈവം സുഖപ്പെടുത്തും, ദൈവം സുഖപ്പെടുത്തും, ദൈവം സുഖപ്പെടുത്തും. പറഞ്ഞ് അവൻ സൗഖ്യത്തിന്റെ ദൂതനാകുക. ബൈബിളിൽ സുഖപ്പെടുത്തുന്ന മാലാഖയായിട്ട് റഫായേൽ ദൂതനെ പ്രത്യക്ഷപ്പെടുത്തുക. ഹല്ലേലൂയ. നമ്മളെ നിരന്തരം ദൈവത്തെ ആരാധിക്കണം മക്കളെ, നിരന്തരം ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. ദൈവത്തെ ആരാധിച്ചു മക്കളെ, നിങ്ങൾ എത്ര മണിക്കൂർ ഇവിടെ ഇരിക്കുന്നോ അത്രയും നിങ്ങളുടെ മേലെ ആനന്ദം ഉണ്ടാവും. അനേകം മക്കളെ ചിലടുത്ത് പറയുന്ന ഒരു രഹസ്യം ഇതാണ്. ഞാനിപ്പം മനുഷ്യന് പറഞ്ഞു, നിങ്ങൾ പറ്റുന്നത്രയും ശുശ്രൂഷ വന്ന് കൂടാൻ പറഞ്ഞു. രാവിലെ വന്നിട്ട് എത്ര നേരം ഇവിടെ ഇരിക്കുക അത്രയും നേരം ഒന്ന് പ്രാർത്ഥിച്ചോളാം ഞാൻ പറയാറുണ്ട്. ദൈവമക്കളെ, അത്രയും നേരം ശുശ്രൂഷ പങ്കെടുത്ത് കഴിയുമ്പോൾ ഒരിക്കലുമില്ലാത്തൊരു ആനന്ദം, ഒരിക്കലുമില്ലാത്തൊരു ബലം, ഒരിക്കലുമില്ലാത്തൊരു സൗഖ്യം, ഒരിക്കലുമില്ലാത്ത ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോപ്പിക്കട്ടെന്നേ, ഉപേക്ഷിക്കട്ടെ. എന്നാലും അറിഞ്ഞോ ദൈവമുണ്ട്, എന്നാലും അറിഞ്ഞോ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് ഇറ്റേണൽ സേവിയർ മക്കളെ ഉണ്ടെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന ദൈവമുണ്ട് മക്കളെ. നീ ആഗ്രഹിക്കുന്നതിനപ്പുറത്തുള്ളത് നിനക്ക് വിളമ്പിത്തരുന്ന ദൈവം. നീ ആഗ്രഹിക്കുന്നതിൽ കൂടുതലും, നീ ആഗ്രഹിക്കുന്നതിനപ്പുറവും. ഒരു കൊച്ചു രാവിലെ പറയുന്ന കേട്ടോ, തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവക്കില്ലായിരുന്നു. ആദ്യത്തെ ലിസ്റ്റിൽ എവിടെയോ ഏതോ ഒരു കോളേജിൽ കിട്ടി, ഏതാണ്ടൊരു കോളേജിൽ. അപ്പം നോക്കിയേ, ഗവൺമെൻറ് 500 മെഡിക്കൽ സീറ്റും കൂടെ കൊടുക്കുക. കൊച്ചിനെ ഗ്രേഡ് അങ്ങോട്ട് കൂട്ടി. യു ഡു നോട്ട് നോ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഫോർ യു. നിങ്ങൾക്കറിയോ, ഇപ്പൊ നിങ്ങൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി നിന്റെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് നിനക്കറിയാവോ? ഒരു ഹല്ലേലൂയ ഞങ്ങൾ വിളിക്കും മക്കളെ. എന്റെ പിതാവ് പ്രവർത്തന പറഞ്ഞത് എന്ത് ഈശോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളത്? എന്നതായിരിക്കും ഈ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഈ പിതാവ് ചെയ്യുന്നത് നിന്നെ അനുഗ്രഹിച്ചു. ഒരിക്കലും അനുഗ്രഹിച്ച് ആഗ്രഹിക്കുന്ന ദൈവമല്ല, നിരന്തരം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, വലുതേരമേർത്തി ഹല്ലേലൂയ, വലുതേരമേർത്തി ഹല്ലേലൂയ. തിരിച്ചറിയണ്ട മക്കളെ,
യു ആർ നോട്ട് ഡിഫീറ്റഡ്. നിങ്ങൾ തോറ്റുപോയിട്ടില്ല. വെല്ലുവിളിച്ച് അച്ഛൻ പറയണേ, എടാ കൊച്ചെ നീ തോറ്റുപോയിട്ടില്ലെന്ന്. യു ആർ നോട്ട് ഡിഫീറ്റഡ്. ഐ കനോട്ട് ബി ഡിഫീറ്റഡ്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഹല്ലേലൂയ. ഞങ്ങളെ വലിയ ശക്തി അവളെ ആരും പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ. ഞാൻ വീണ്ടും ഉറപ്പിക്കുക, പുക പൊങ്ങുന്ന കാണുക, തീ പോലും ഇല്ല ഇപ്പം. ചാരമായി മാറും ജെറുസലേം ദേവാലയം. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ബാറൂക്ക് പറയുന്നത്, നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്കുടനെ കാരുണ്യം ലഭിക്കും. ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു പറയുക. വിപ്രവാസത്തിൽ പോയി ബാബിലോണിൽ നെബൂഖദ്നേസർ വന്ന് കത്തിച്ച പണിയായത്. ഈശോ നോക്കി, ഉത്തരവാദിത്വം ഈശോ ഏറ്റു. ഹീ ടേക്സ് റെസ്പോൺസിബിലിറ്റി. മക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന് ഇല്ലാത്ത ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഇതൊക്കെ വന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെയും കൂടി ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുക. ദൈവം പറയുന്നത് കേട്ടോ. കാരണം ഇസ്രായേൽ മക്കൾ തമ്പുരാനെ സ്നേഹിക്കാനോ ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാനോ നിന്നക്കാഞ്ഞപ്പോൾ അവർക്ക് ജെറുസലേം ദേവാലയം വേണ്ട. പള്ളി പോകാൻ ആളില്ല. പിന്നെന്താ പള്ളി? അല്ലെ പള്ളിയിൽ പോയിട്ട് തോന്നിയാസം കാണിക്കുക. പിന്നെന്തിനാ പള്ളി അങ്ങ് കത്തിച്ചാക്കാൻ പറഞ്ഞു. പറയുക, ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു. ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദിത്തം കൊണ്ട് ദൈവം ഏറ്റെടുക്കുന്ന വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ ദൈവം മക്കളെ. യു കനോട്ട് ഇമാജിൻ. ഇന്ന് വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളും കൂടെ ആഘോഷിക്കുക. മനോഹരമായിട്ടുള്ള തിരുനാളാണ്. ജെറോമിനെ നിങ്ങൾക്കറിയാവോ? മരുഭൂമിയിൽ പോയി കിടന്നു. നല്ല കാശുള്ള വീട്ടിലെ ചെറുക്കനായിരുന്നു. എവിടെയാ? ക്രൊയേഷ്യ. നമ്മുടെ മജ്ഗോറിയൊക്കെ ഇല്ലേ, അവിടെ അങ്ങനെ ജനിച്ച ചെറുക്കനാണ്. വട്ട് കയറി റോമിൽ പോയി പഠിച്ചങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു. ഗ്രീക്കും ഹീബ്രുവും പിന്നെ ലാറ്റിനും ഒക്കെ അങ്ങോട്ട് പഠിച്ചു. വട്ട് അവിടെയും തീർന്നില്ല. നേരെ പോയി ഈ മരുഭൂമി പോയി, ഹോളി ലാൻഡിൽ പോയി. മരിച്ചെവിടെയാണെന്നറിയാമോ? ഈശോ ജനിച്ചെടുത്ത് ബത്ലഹേമിൽ. 73 വയസ്സ് വരെ അങ്ങനെ ജീവിച്ചു. 23 വർഷം മരുഭൂമിയിൽ നിന്ന് ബൈബിൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. നിങ്ങൾ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുമല്ലേ ഇപ്പോഴല്ലേ? ബൈബിൾ എഴുതി 23 കൊല്ലം രാവും പകലുമില്ലാതെ. എന്തു പറ്റിയെന്നറിയോ? നിങ്ങൾ പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? സിംഹമൊക്കെ വന്ന് പൂച്ചക്കുഞ്ഞിനെ പോലെ വന്ന് അടുത്ത് കൂട്ടിരിക്കുക. ഇതാ ജെറോമിരിക്കുന്നത്. ജെറോമിന്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെ പൂച്ചക്കുട്ടി പോലെ സിംഹം വന്നിരിക്കുക. ഒരു ദിവസം സിംഹം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്താടാന്ന് ചോദിച്ചു. ഇപ്പം അതൊക്കെ കൈ നീട്ടി കാണിച്ചു. കയ്യിലെന്തോ കൊണ്ടിരിപ്പുണ്ട്, എന്തോ മുള്ളു കൊണ്ടിരിക്കുക. ജെറോം പതുക്കെ അതങ്ങോട്ട് ഊരിക്കൊടുത്തു. പിന്നെ ജെറോമിൻ്റെ കൂട്ടുകാരൻ സിംഹം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ മക്കളെ? ദൈവവചനം എന്നാന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. സിംഹം പോലും വന്ന് നിനക്ക് കൂട്ടിരിക്കുന്നു. സിംഹം പോലും ദയവായി പല ശബ്ദങ്ങളില്ലെന്ന് ഒന്നിനും നമുക്ക് എതിരെ നിൽക്കാൻ പറ്റത്തില്ല. 23 വലിയ വർഷമാ ഈ മനുഷ്യൻ ഈ കൊടും ചൂടിലൊക്കെ ഇരുന്ന് രാവും പകലുമില്ലാതെ ഒരു ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ഇതാ ഹീബ്രു ഭാഷയിൽ നിന്ന് ലത്തീൻ ഭാഷയിലേക്ക്, ഗ്രീക്ക് ഭാഷയിൽ ലത്തീൻ ഭാഷയിലേക്ക് മാറ്റുക. ഹല്ലേലൂയ. ചുമ്മാ കോപ്പി അടിക്കുകയല്ല, ഇതിന്റെ ട്രാൻസ്ലേഷൻ. നിങ്ങൾ ജെറോം ബിബ്ലിക്കൽ കമന്ററി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ബൈബിളിലെ ഏറ്റവും നല്ല കമന്ററികൾ ജെറോമിൽ നിന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പുസ്തകത്തിന് പേര് വന്നേക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളെ ഒരു പുസ്തകം നോക്കിട്ടില്ല. ജ്ഞാനം സ്വർഗം കൊടുക്കുന്ന. ഈ ബൈബിള് വായിക്കുമ്പോ ദൈവം നിനക്ക് തരുന്ന അഭിഷേകമുണ്ട്, ദൈവം നിനക്ക് തരുന്ന ജ്ഞാനമുണ്ട്, ദൈവം നിനക്ക് തരുന്ന ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരു പുതിയ ജ്ഞാനം കിട്ടും, ഒരു പുതിയ അഭിഷേകം കിട്ടും. ഹല്ലേലൂയ. 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 ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു, ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ. ഉറപ്പാടാ കൊച്ചെ. ഇന്ന് കരഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇന്ന് ആരെങ്കിലും വേദനിച്ചുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടോ? ഉറപ്പാ. കർത്താവിന്റെ വചനം പറയണേ. ഇത് സെബാസ്റ്റ്യന് ഉറപ്പല്ല, തമ്പുരാൻ കർത്താവിന് ഉറപ്പായി പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഗ്യാരണ്ടിയായി പറയുന്നത്. ആരെങ്കിലും സങ്കടത്തോടെ വാവിട്ട് നിലവിളിച്ച് ഹൃദയം നൊന്ത് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ ഈ സമയത്ത് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകട്ടെ. തകർന്നു പോയതിനെ നോക്കി ഭയപ്പെടേണ്ട. തകർന്നു പോയതിന്റെ പിന്നില് ദൈവം ചെയ്ത അത്ഭുതം എന്ന് കണ്ട് നിന്റെ തകർച്ചയില്
നിന്റെ ദൈവം ഇടപെടുന്നത്. നീ ഒന്ന് കണ്ടേ ബൈബിള്. ഇരു കരങ്ങളും തമ്പുരാന്റെ പക്കലേക്ക് കെട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ കൃപയോട് കേട്ട് തകർന്ന് ജീവിതത്തിൽ എന്തിനെ പറ്റിയാണ് നീ ദുഃഖിക്കുന്നത്? വിലാപത്തോട് കണ്ണീരോട് കൂടെ നീ പോയെങ്കിൽ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നീ മടങ്ങി വരാൻ പോവാ. കൂട്ടയത്ത് വാഴുന്ന